നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. മക്കളെ, നമ്മൾ ഇന്ന് മുതൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ RRC ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ദിശ അക്കാഡമി ഒരു 40ഓളം ക്ലാസ്സുകൾ, 40ൽ കൂടുതൽ ക്ലാസ്സുകൾ RRC ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി മാത്രം ചെയ്തിട്ടുണ്ട്. മക്കളെ, ഇന്നത്തെ വീഡിയോ നമ്മൾ ഇനി ഒരു ആഴ്ചത്തേന് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസിന് മറ്റും. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു 2018 അവസാനം എക്സാം നടന്നത് നമുക്കറിയാം. ആ ഫസ്റ്റ് ഷിഫ്റ്റിൽ ചോദിച്ച ആദ്യത്തെ ഫുൾ ക്വസ്റ്റ്യൻസ് മാത്സിന്റെ ആയാലും റീസണിങ്ങിന്റെ ആയാലും മറ്റ് ജനറൽ സബ്ജക്റ്റ് ആയാലും സയൻസ് ആയാലും നമ്മൾ ഫുള്ള് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് ഭയങ്കര ഗുണം ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എക്സാമിനെ പറ്റി ഒരു ഐഡിയ കിട്ടും. അപ്പം ഞാൻ വലിച്ചു നീട്ടുന്നില്ല, ബുക്കും പേനും എടുത്ത് തയ്യാറായി നിന്ന മക്കളെ, നമുക്ക് നല്ല രീതിയിൽ പഠിക്കാം. നിങ്ങൾക്ക് ഈ ജോലി കിട്ടും, ഉറപ്പ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 17/9/2018 ഫസ്റ്റ് ഷിഫ്റ്റിൽ ചോദിച്ച വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇത് കാണുമ്പോഴേ ഞാനൊരു കാര്യം പഠിച്ചു വെക്കണം, പഠിക്കുക. AQ പ്ലസ് BQ പ്ലസ് വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് കേട്ടോ. -3ABC എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ്, ഇതിന് ഒരുപാട് റിസൾട്ട് ഉണ്ട്. ഇതിനകത്ത് ഇത് പഠിച്ചാൽ മതി. ഇതിൽ നിന്നാണ് എല്ലാം വരുന്നത്. A-B² പ്ലസ് B-C² പ്ലസ് C- കണ്ട് പേടിക്കല്ലേ, ഇതങ്ങ് എഴുതി വെക്കണം കേട്ടോ. ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. AQ പ്ലസ് BQ പ്ലസ് CQ -3ABC എന്ന് വെച്ചാൽ ഹാഫ് ടൈംസ് ഓഫ് A പ്ലസ് B പ്ലസ് C ഇൻറ്റു A-B² പ്ലസ് B-C² പ്ലസ് C-A². ഞാനൊരു കേസ് പറയുവാണ്. ഒരു കേസ് എയും ബിയും സിയുടെ കൂട്ടം എനിക്ക് 0 വന്നാൽ പണി കിട്ടും. പണിയൊന്നും കിട്ടില്ല. AQ പ്ലസ് BQ പ്ലസ് C³ -3ABC എന്ന് പറഞ്ഞ ടൈം എന്താവും? 0. അതായത് AQ പ്ലസ് BQ പ്ലസ് C³ എന്ന് പറഞ്ഞാൽ അത് എന്തിനു തുല്യമാവും? 3ABC. എഴുതി വെക്കണേ. വെരി ഇമ്പോർട്ടൻറ്റ്. ഈ A പ്ലസ് B പ്ലസ് C 0 ആണെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കേ, A³ B³ C³ അതുപോലൊക്കെ തന്നെ അതാണ്ട് 3ABC. ഞാൻ A മൈനസ് ബിക്ക് A എന്ന് വിളിച്ചാൽ, ഈ A അല്ല A എന്ന് വിളിച്ചാൽ, B മൈനസ് സിക്ക് ഞാൻ B എന്ന് വിളിച്ചാൽ, C മൈനസ് സിനെ ഞാൻ C എന്ന് വിളിച്ചാൽ, ഞാൻ A പ്ലസ് B പ്ലസ് C ഒന്ന് ആഡ് ചെയ്ത് നോക്കുവാണ്. അതായത് A മൈനസ് ബിയും B മൈനസ് സിയും C മൈനസ് A ഇവിടെ ഒന്ന് ആഡ് ചെയ്തപ്പോൾ എനിക്ക് Aയും Aയും അടിച്ചു പോയി, Bയും Cയും C എല്ലാം അടിച്ചു പോയി, എനിക്ക് 0 വന്നു. ദാറ്റ് മീൻസ് 0 വന്നതുകൊണ്ട് എനിക്ക് ഉറപ്പിച്ചു A മൈനസ് B ഹോൾ ക്യൂബ് പ്ലസ് B മൈനസ് C ഹോൾ ക്യൂബ് പ്ലസ് C മൈനസ് B ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 ടൈംസ് ഓഫ് ABC ആണ്. B മൈനസ് C C മൈനസ് A ആണ്. അതാണ് ഇതിന്റെ ആൻസർ. പറഞ്ഞ ക്ലിയർ ആണല്ലോ. 0 വന്നതുകൊണ്ട് ടൈംസ് അടിയിൽ ആര് കിടപ്പുണ്ട്? A മൈനസ് B, B മൈനസ് C, C മൈനസ് A എല്ലാം അടിച്ചു പോയി മേലും താഴെ ഒരുപോലെ ആൻസർ ഈസ് 1. ഒന്നുകൂടെ പറഞ്ഞുതരും. നിങ്ങൾ ഈ റിസൾട്ട് ഒന്ന് എഴുതി വെക്കുക. ഒന്നുകൂടെ പറഞ്ഞുതരും, നോക്കിയിരിക്കാം. ഇവിടെ A മൈനസ് ബിയും B മൈനസ് സിയും C മൈനസ് എയുടെ കൂട്ടുമ്പോൾ എനിക്ക് 0 വരുന്നു. അതായത് A മൈനസ് B ഹോൾ ക്യൂബ് പ്ലസ് B മൈനസ് C ഹോൾ ക്യൂബ് പ്ലസ് C മൈനസ് A ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 ടൈംസ് ഓഫ് എന്തായിരിക്കും? A മൈനസ് B, B മൈനസ് C, C മൈനസ് A ആയിരിക്കും. ഇതിനെ ഇപ്പുറത്ത് വിളിച്ചാൽ A മൈനസ് B ഹോൾ ക്യൂബ് പ്ലസ് B മൈനസ് C ഹോൾ ക്യൂബ് പ്ലസ് C കൂടെ കൊടുക്കുക ഇപ്പുറത്ത് വിളിക്കുകയൊക്കെ ചെയ്ത മൊത്തത്തിൽ വിളിച്ചാൽ അതാണ്ട് ഇതുപോലെ നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ പോലെയായി. B മൈനസ് C, C മൈനസ്. ഇതിന്റെ ആൻസർ എത്രയാണ്? 1 ആണ്. പറഞ്ഞ ക്ലിയർ ആയോ? അപ്പൊ ആ റിസൾട്ട് പഠിക്കുക. ഇതിന്റെ ആൻസർ എത്രയാണ്? 1. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ്. A³ പ്ലസ് BQ പ്ലസ് C³ എന്ന് വെച്ചാൽ ഓൾജിബ്രയിലെ വളരെ ഇമ്പോർട്ടന്റ് റിസൾട്ട് ആണ്. ഇങ്ങനൊരു സംഭവം എന്നാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് Aയും Bയും Cയും, എയുടെയും ബിയുടെ സ്ഥാനത്ത് എന്തും വരാം. അത് അറിയുമ്പോൾ 0 വരുന്നു എന്നാണ് എൻ്റെ പൊന്നു മക്കളുമാർ ആദ്യം നോക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സാറിന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലാക്കി ചെയ്യുക. ഓക്കെ, എ കേക്ക് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് 5 ഫ്രണ്ട്സ് 4 ഗെറ്റ്സ്. 5 ഫ്രണ്ട്സിന് കൊടുക്കുന്നുണ്ട്, 4 പേർക്ക് 1/8. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മൾ പഠിക്കുന്ന ഗ്രൂപ്പ് ഡിയുടെ ക്വസ്റ്റ്യൻസ് ആണ്. 2018 ചോദിച്ച ഗ്രൂപ്പ് ഡിയുടെ ക്വസ്റ്റ്യൻ ആണ്. അതിന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത് 4 ഫ്രണ്ട്സിന്റെ കാര്യമാണ്. ഒന്നാമത്തെ ഫ്രണ്ട്സ്, രണ്ടാമൻ, മൂന്നാമൻ, നാലാമൻ. പറഞ്ഞ ക്ലിയർ ആയല്ലോ? 4 പേരുണ്ട്. മനസ്സിലായല്ലോ? മൂന്നാമൻ, നാലാമൻ. ഓക്കെ, ഹൗ മച്ച് ദ കേക്ക്? ഫിഫ്ത്ത് ഫ്രണ്ട്. അപ്പൊ നമുക്കറിയാം, ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഡിനോമിനേറ്റർ എപ്പോഴും നിങ്ങൾ 1 ആക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇതിന് തുല്യമായിട്ടൊരു ഫ്രാക്ഷനോട്ട് മാറ്റാൻ ശ്രമിക്കണം. അതായത് 8, 6, 12 ആണ്. അതിന്റെ LCM അങ്ങ് എടുത്താൽ മതി. 8, 6, 12 LCM 24 ആണ്. 24 8 × 3 6 × 4 12 × 2. ആ 24 കൊണ്ട് നിങ്ങൾ ഓരോന്നിനെയും ഗുണിക്കണം. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു സിമ്പിൾ നാച്ചുറൽ നമ്പറിലോട്ട് മാറും. അങ്ങനെയാണ് മാത്സ് പഠിക്കേണ്ടത്. എന്തിനങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്ക് ഡിനോമിനേറ്റർ 1 ആക്കാൻ വേണ്ടിയാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത്. അപ്പൊ കൂട്ടാൻ എളുപ്പമായിരിക്കും. അപ്പൊ എല്ലാം ഞാൻ 24 പീസാണ് ഞാൻ കട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക.
എ കേക്ക് ഈസ് 5 ഫ്രണ്ട്സ് കൂടെ ഞാൻ കൊടുക്കുന്നത് 24 കേക്കിന്റെ പീസാണ്. ടോട്ടൽ എൻ്റെ 24 കേക്കിന്റെ പീസ് ഉണ്ട്, അതാണ് കൊടുക്കുന്നത്. അപ്പൊ ഇവന് n3 24, ഇവന് 3 പീസ് കിട്ടി, ഇവന് 4 കിട്ടി, ഇവനെല്ലാം കൂടെ 10 കിട്ടി, ഇവനെല്ലാം കൂടെ 2 കിട്ടി. ഓക്കെ, അപ്പൊ ഇവർക്കെല്ലാം കൂടെ 3 + 4 + 10 + 2 12 എത്ര കിട്ടി? 7 19 പീസ് കിട്ടി. ഇനി അഞ്ചാമൻ എത്ര കിട്ടണം? അഞ്ചാമതിന് ഇനി മൊത്തത്തിൽ 5 പീസ് കിട്ടണം. മനസ്സിലായല്ലോ? 5 പീസ് കിട്ടണം. അവൻ 5 പീസ് കിട്ടണം. ടോട്ടൽ എത്ര ഉണ്ട് പറഞ്ഞേ? ടോട്ടൽ 24. ടോട്ടൽ എത്ര ഉണ്ട്? 24. 5/24 ആണ് ആൻസർ. 5/24 എഴുതി വെക്കണേ. 5/24 ആണ് ആൻസർ. ഓപ്ഷനകത്ത് മിസ്റ്റേക്ക് ഉണ്ട്. 5/24 ആണ് ഇതിന്റെ ആൻസർ. പറഞ്ഞ ക്ലിയർ അല്ല? 5/24 ഓപ്ഷനകത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലയോ? 5/24. ഓക്കെ, അപ്പൊ മൊത്തത്തിൽ 24. 1/8 1/6 5/24 വെട്ടിക്കളന്ന് 24 ആണ്. ആ 24 ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവന് 3, ഇവന് 4, ഇവൻ 5, ഇവന് 10, ഇവന് 2 ഭാഗം കിട്ടും. ടോട്ടൽ അല്ലേ? ഹൗ മച്ച് ദ കേക്ക് വിൽ ഫിഫ്ത്ത് ഫ്രണ്ട്? ഫിഫ്ത്ത് ഫ്രണ്ടിന് 5 ഭാഗം. ഫിഫ്ത്ത് ഫ്രണ്ടിന് എത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ എത്രയാണ്? 24-ൽ 5 കിട്ടുമെന്നാണ് അർത്ഥം കേട്ടോ. 24-ൽ 5, ഈ 5 പാർട്ട് കിട്ടുമെന്നാണ്. ഇതാണ് ഈ 10 ആണ്, ഈ 10/24, അതാണ് ഈ 5/12. ഈ 4 4 എത്രയാണ് പറഞ്ഞിടാ മോനെ? 24, അതാണ് എത്രയാണ്? 1/6. ഇത് /8 ആണ്, 1/8. അങ്ങനെ ഓരോന്നും ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് അപ്പൊ അവസാനത്തെ തന്നെ എത്ര കിട്ടണം? 5/24. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 24 അല്ലേ? 19 24/24 1 കിട്ടണം, 100% കിട്ടണം. അപ്പൊ ആൻസർ എന്ന് പറഞ്ഞാൽ 5/24. നമ്മൾ അതിനൊരു ഫ്രാക്ഷനെ ഒരു ഭിന്ന നാച്ചുറൽ നമ്പറിലോട്ട് മാറ്റുക. അപ്പൊ നമുക്ക് 3 4 10 2 എന്ന് കിട്ടി. നമ്മൾ എടുത്തേക്കുന്ന 24 ആണ്. 24-ൽ 3 ഭാഗം, 24-ൽ 4 ഭാഗം, 24-ൽ 10 ഭാഗം, 24-ൽ 2 ഭാഗം. അപ്പൊ മൊത്തം ഉണ്ടാവും. ഇനി എത്ര ഉണ്ടാവണം? 5 ഉണ്ടാവണം. കാരണം ഇതെല്ലാം കൂടെ 7 17 19 25 19 24 വരണം. പറഞ്ഞ ക്ലിയറല്ലോ? അപ്പൊ 5/24 ആൻസർ 24 ആണ് കേട്ടോ. 5/24 ഓപ്ഷൻ ബി ആണ് ആൻസർ. ഞാൻ ടൈപ്പിങ്ങിന്റെ മിസ്റ്റേക്ക് ആണ് തോന്നുന്നു. ഓക്കെ, ട്രിഗണോമെട്രി ക്വസ്റ്റ്യൻ, വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതൊക്കെ പല കുട്ടികൾക്കും അറിയില്ലടാ. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ട്രിഗണോമെട്രി ചോദിക്കത്തുള്ളൂ കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കിയപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രിഗണോമെട്രി നിങ്ങൾക്ക് ചോദിക്കുള്ളൂ. ഞാൻ പറയുന്ന റിസൾട്ട് ഒന്ന് എഴുതി വെക്കുക. sin സ്ക്വയർ a + cos സ്ക്വയർ a എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 ആയിരിക്കും. ഞാൻ പറഞ്ഞ 3 റിസൾട്ട് എഴുതി വെക്കണേ. 1 + tan സ്ക്വയർ തീറ്റ 6 സ്ക്വയർ തീറ്റയാണ്. അതുപോലെ 6 സ്ക്വയർ a - tan സ്ക്വയർ a = 1 ആണ്. ഞാൻ പറയുന്ന റിസൾട്ട് നിങ്ങളുടെ ബോക്സിൽ ഉണ്ടാവണം. 1 + cot സ്ക്വയർ തീറ്റ കൊസീക് സ്ക്വയർ തീറ്റയാണ്. അപ്പൊ കൊസീക് സ്ക്വയർ a - cot സ്ക്വയർ a എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. ഇത് 3 നിങ്ങളെ ബുക്കിൽ എഴുതി വെക്കണം. പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കും, എഴുതി വെക്കണം. sin സ്ക്വയർ തീറ്റ + cos സ്ക്വയർ തീറ്റ 1, ആംഗിൾസ് സെയിം ആയിരിക്കണം കേട്ടോ. 6 1 + tan സ്ക്വയർ തീറ്റ 6 സ്ക്വയർ തീറ്റ 1 + cot സ്ക്വയർ തീറ്റ എഴുതി വെക്കണം. മോനെ ഞാൻ ഇതിനെ ക്രോസ് ചെയ്യുവാണ്. ക്രോസ് ചെയ്യുവാണ്ടായി സൈനെ കൊണ്ട് എല്ലാത്തിനെയും ഗുണിക്കണം. അപ്പം എന്ത് കിട്ടും? sin സ്ക്വയർ a. കണ്ടല്ലോ, ഈ സൈൻ കൊണ്ട് എല്ലാത്തിനെയും ഗുണിക്കണം. പ്ലസ് sin a × sin b. മനസ്സിലായല്ലോ? പിന്നെ ഈ മൈനസ് സൈൻ, അങ്ങനല്ലേ 2 ഫ്രാക്ഷൻസ് എങ്ങനെ നമ്മൾ ആഡ് ചെയ്യുന്നത്? 2 ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് മൾട്ടിപ്ലൈ ചെയ്യും, a × d + bc/bd. അതുപോലെ sin a കൊണ്ട് എല്ലാത്തിനെയും ഗുണിക്കണം, മൈനസ് sin b കൊണ്ട് എല്ലാത്തിനെയും ഗുണിക്കണം. sin a sin b മൈനസ് sin b × sin b എന്ന് വെച്ചാൽ sin സ്ക്വയർ b വരും. ബൈ cos a മൈനസ്, ഇവിടെ പ്ലസ് ഉണ്ട്. ഞാൻ ഇത് ഇങ്ങോട്ട് ചെയ്തേ ഉള്ളൂ, ഇങ്ങനെ ചെയ്തേ ഉള്ളൂ. അതുപോലെ നമ്മൾ റൈറ്റ് സൈഡിലും ചെയ്യണം. പറഞ്ഞ ക്ലിയറല്ലോ? റൈറ്റ് സൈഡിലും ചെയ്യണം. ഞാൻ ഇതുകൊണ്ട് എല്ലാത്തിനെയും ഗുണിച്ചെന്നേ ഉള്ളൂ. അതുപോലെ റൈറ്റ് സൈഡിലും ചെയ്യണം. ഞാനൊന്ന് ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം. ഒന്നുകൂടെ പറഞ്ഞാൽ വേണമെങ്കിൽ ഒന്ന് എടുത്തെഴുതി പറഞ്ഞുതരാം. അപ്പം ഇങ്ങനെ എടുത്തെഴുതാനൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ശരിക്കും എഴുതാനേ. cos a - cos b പ്ലസ് cos a + cos b ബൈ sin a - sin b. പറഞ്ഞ ക്ലിയർ അല്ലോ? ഇത് ക്രോസ് ചെയ്യുന്നു. ക്രോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഈ പേരില്ല പറഞ്ഞു തരണേ. sin സ്ക്വയർ a sin a × sin b മൈനസ് sin a നെ, ഈ sin a കൊണ്ട് 2നെയും ഗുണിക്കണം, പ്ലസ് sin a sin b. പറഞ്ഞ ക്ലിയർ അല്ലോ? മൈനസ്, ഇതിന്റെ അടുത്ത മൈനസ് ആണ്. മൈനസ് sin b കൊണ്ട് എല്ലാത്തിനെയും ഗുണിക്കുമ്പോൾ മൈനസ് sin a sin b. മനസ്സിലാവുന്നുണ്ടല്ലോ? മൈനസ് sin b × sin b മൈനസ് sin സ്ക്വയർ b. അതവിടെ കഴിഞ്ഞു. ഇനി ഇങ്ങോട്ട് ചെയ്യണം. പ്ലസ് cos സ്ക്വയർ a എന്നാണ്, ഈ cos a കൊണ്ട് അങ്ങോട്ട് ഗുണിക്കുന്നു. അപ്പൊ cos a cos b മൈനസ്, ഇനി മൈനസ് cos b കൊണ്ട് ഗുണിക്കുന്നു. ഇങ്ങനെ വാരി വലിച്ചെഴുതാനില്ല. മൈനസ് cos a cos b മൈനസ് cos സ്ക്വയർ b. കണ്ടല്ലോ? ഡിനോമിനേറ്ററിൽ ആര് വരും പറഞ്ഞേ? cos a - cos b കാണുന്നുണ്ടല്ലോ.
സൈൻ എ മൈനസ് സൈൻ ബി. ഇങ്ങനെ വാരി വലിച്ച് എഴുതരുത് കേട്ടോ. ഞാൻ ഓരോ ടേം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിച്ചെന്നേ ഉള്ളൂ. മോനെ മൈനസ് സൈനയും പ്ലസ് സൈനയും വെട്ടിപ്പോയി, ഇതും ക്യാൻസൽ ആയിപ്പോയി. സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ എത്രയാണ്? 1 ആണ് കണ്ടോ. സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ എത്രയാണ് പറഞ്ഞത്? 1 ആണ്. ഇവിടെ നോക്ക് മൈനസ് കോമൺ എടുത്താൽ മൈനസ് കോമൺ എടുത്താൽ സൈൻ സ്ക്വയർ ബി പ്ലസ് എന്തുണ്ട് കോസ് സ്ക്വയർ ബി ഉണ്ടാണ്ട് മൈനസ് കോസ് സ്ക്വയർ ബി മൈനസ് സൈൻ സ്ക്വയർ ബി ബൈ അടിയിൽ എന്തും ആയിക്കോട്ടെ അത് അതുപോലെ കിടക്കട്ടെ. സൈൻ സ്ക്വയർ ബി പ്ലസ് കോസ് സ്ക്വയർ ബി എന്താണ്? 1 ആണ്. അപ്പൊ 1 മൈനസ് 1 എന്താണ്? 0. 0 ബൈ എനി നമ്പർ ആൻസർ ഈസ് എന്തായിരിക്കും? 0. അപ്പൊ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? 0. ന്യൂമറേറ്റർ എന്തായി പോയി? 0 ആയിപ്പോയി. അതാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്ത് നോക്കിയാൽ മതി. സൈൻ സ്ക്വയറേയും കോസ് സ്ക്വയറേയും ഇവിടെ എത്ര ആവും? 1 ആവും. മൈനസ് സൈൻ സ്ക്വയർ ബിയും മൈനസ് കോസ് സ്ക്വയർ ബിയും മൈനസ് കോമൺ എടുത്താൽ സൈൻ സ്ക്വയർ ബി പ്ലസ് കോസ് സ്ക്വയർ ബി 1 ആണ്. 1 മൈനസ് 1 0. 0 ബൈ ഇനി അടിയിൽ ഏതവും വന്നാലും ആൻസർ എന്താണ്? 0 ബൈ വന്നാൽ 0 ആണ്. ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി വെക്കണം. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ചെയ്യുക, നിങ്ങളുടെ സമയമാണ് ചെയ്യുക, നിങ്ങളുടെ സമയമാണ് ചെയ്യണം. പറഞ്ഞ ക്ലിയർ ആയല്ലോ? എല്ലാവരും ചെയ്യുക, എല്ലാവരും ചെയ്ത് എന്റെ ആൻസർ കണ്ടുപിടിച്ച് വെക്കുക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എപ്പോഴും നിങ്ങൾ ഞാൻ പറയുന്ന റിസൾട്ട് ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞു 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 6 സ്ക്വയർ തീറ്റ ആണ്. നേരത്തെ പറഞ്ഞ ഏഴ് അതേ റിസൾട്ട് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇങ്ങനെയായിരുന്നു, സി സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 രണ്ടും ഒന്നാണ്. പറഞ്ഞ ക്ലിയർ ആണല്ലോ? ഒന്ന് പഠിച്ചു വെക്കണം. ഈ റിസൾട്ട് ഇമ്പോർട്ടന്റ് റിസൾട്ട് ആണ് കേട്ടോ. വലിയ പാടൊന്നുമില്ല, ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഞാൻ ഇവനെയും എടുക്കുവാണേ, നിങ്ങൾ കൂടെ എഴുതി വെക്കണേ. 6 സ്ക്വയർ 4x മൈനസ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കാം. ഇവിടെ 6 സ്ക്വയർ എക്സ്, ഇവിടെ 6 സ്ക്വയർ എക്സ് ഞാൻ കോമൺ എടുത്തു. ഇവിടെ എടുത്താൽ പിന്നെ ആരേ ഉള്ളൂ? 6 സ്ക്വയർ എക്സേ ഉള്ളൂ. മൈനസ് 1 ഈക്വൽ ടു 3. അതവിടെ കിടക്കട്ടെ. അതാണ് ഈ റിസൾട്ട്. നിങ്ങൾ നോക്കേ, ഈ 1 ഇപ്പുറത്ത് വരുമ്പോൾ ഇതെല്ലാം ഒന്നാണ്. 6 സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്തായി മാറും? ടാൻ സ്ക്വയർ തീറ്റ ആവും. തീറ്റ ആകുമ്പോൾ തീറ്റ. പറഞ്ഞ ക്ലിയർ അല്ലാണ്ട് ഈ 1 അപ്പുറത്ത് പോയാൽ 6 സ്ക്വയർ തീറ്റ മൈനസ് 1 എന്താണ്? ടാൻ സ്ക്വയർ തീറ്റ. അപ്പൊ ഇതിന് പകരം എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും? നോക്കിയിരിക്കണം. ടാൻ സ്ക്വയർ എക്സ് എന്ന് കൊടുക്കാൻ പറ്റും. പറഞ്ഞ ക്ലിയർ ആണല്ലോ? ഈക്വൽ ടു 3. ഇത് ഇവിടെ കിടക്കട്ടെ. പറഞ്ഞ ക്ലിയർ ആണല്ലോ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നോക്കേ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടാൻ റൈസ് ടു 4x പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ആണ്. ഇവിടെ നിന്ന് ഞാൻ എന്തിനെ കോമൺ എടുത്തു? ടാൻ സ്ക്വയർ എക്സ്. ടാൻ റൈസ് ടു 4x എന്ന് വെച്ചാൽ ടാനിനെ 4 വട്ടം ഗുണിച്ചെന്നാണ്. എടുത്ത പിന്നെ ഇവിടെ ആരേ ഉള്ളൂ? ടാൻ സ്ക്വയർ എക്സ് ഉണ്ട്. 2 ടാൻ എടുത്താൽ പിന്നെ 2 ടാൻ പ്ലസ് ഇവിടുന്ന് 2 ടാൻ എടുത്താൽ പിന്നെ ആരേ ഉള്ളൂ? 1. പറഞ്ഞ ക്ലിയർ ആണല്ലോ? താണ്ടേ ടാൻ സ്ക്വയർ എക്സ് ഇൻറ്റു 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്താണ് നമുക്കറിയാം? 6 സ്ക്വയർ എക്സ് ആണ്. അപ്പൊ ഇത് രണ്ടും ഒന്നാണ്. പറഞ്ഞ ക്ലിയർ ആണല്ലോ? ഇതേ സാധനം തന്നെയാണ് ആര്? ടാൻ സ്ക്വയർ എക്സ് ഇൻറ്റു 6 സ്ക്വയർ എക്സ്. അത് ഓൾറെഡി നമ്മൾ എന്താന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്? 3. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? 3 ആയിരിക്കും. അപ്പൊ ആൻസർ എന്താണ്? 3 ആണ്. ഒന്നും ആലോചിക്കാനില്ല. ഇവിടുന്ന് 6 സ്ക്വയർ എക്സ് കോമൺ എടുത്ത് ഞാൻ പറയുന്ന റിസൾട്ടുകൾ നിങ്ങൾ ആദ്യം പഠിക്കുക, എങ്കിലേ പഠിക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എങ്കിലേ പഠിക്കാൻ പറ്റൂ. 6 സ്ക്വയർ എക്സ് കോമൺ എടുത്താൽ 6 സ്ക്വയർ എക്സ് മൈനസ് 1 ഈക്വൽ ടു 3. 6 സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് വെച്ചാൽ ടാൻ സ്ക്വയർ എക്സ് ആണ്. അപ്പൊ അതും 3 ആണെന്ന് എനിക്ക് മനസ്സിലായി. ഇത് തന്നെയാണ് എന്ത്? 6 സ്ക്വയർ എക്സ് ഇൻറ്റു ടാൻ സ്ക്വയർ എക്സ്. ടാൻ റൈസ് ടു 4x പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഇന്ന് ടാൻ റൈസ് ടു 4x എന്ന് വെച്ചാൽ എന്താണ്? ടാനിനെ 4 വട്ടം ഗുണിച്ചു എന്നാണ് അർത്ഥം. അവിടുന്ന് ടാൻ സ്ക്വയർ എക്സിനെ കോമൺ എടുത്താൽ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് 6 സ്ക്വയർ എക്സ് ആണ്. അപ്പൊ ടാൻ സ്ക്വയർ എക്സിന്റെ 6 സ്ക്വയർ എക്സ് എന്തായിരിക്കും പറഞ്ഞേ? അതും 3 ആയിരിക്കും. ഇത് തന്നെ കണ്ടുപിടിച്ചു, വലിയ പാടൊന്നുമില്ല. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. മക്കൾ എന്താണ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് സെക്കൻഡ് വെടിക്കെട്ട് ക്ലാസ്സുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് കയറി കാണുക. 42ഓളം ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൽ 18ഓളം ക്ലാസ്സുകൾ മാത്സിന്റെ ആണ്. അതിൽ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കയറി കാണുക. ഇവിടെ പ്ലേലിസ്റ്റിൽ കയറി ഒന്ന് കാണുക. ഗ്രൂപ്പ് ഡിയുടെ പ്ലേലിസ്റ്റിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ഒന്ന് കയറി കാണുക. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. പഠിച്ചു വെക്കണം കേട്ടോ. ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ പഠിച്ചു വെക്കണം. ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ റിലേറ്റീവ് സ്പീഡാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു ട്രെയിൻ ഈ ഡയറക്ഷനിൽ പാസ് ചെയ്ത് പോകുന്നു, മറ്റൊരു ട്രെയിൻ ഇതേ ഡയറക്ഷനിൽ പോകുന്നു. അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഒരാൾ ഇങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും വളരെ പെട്ടെന്ന് പാസ് ചെയ്ത് പോകും. അതായത് സ്പീഡ് കൂടുതലായിരിക്കും. രണ്ടുപേരും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് റിലേറ്റീവ് സ്പീഡ് അനുഭവപ്പെടുന്ന സ്പീഡ് എന്തായിരിക്കും? കുറവായിട്ടായിരിക്കും. അതായത് S1 മൈനസ് S2 ആയിരിക്കും. എന്തായിരിക്കും? S1 പ്ലസ് S2 ആയിരിക്കും റിലേറ്റീവ് സ്പീഡ്. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ സെയിം ഡയറക്ഷൻ റിലേറ്റീവ് സ്പീഡാണ് എഴുതി വെക്കണേ. സ്പീഡ് നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. മോനെ, ഒരു ട്രെയിൻ മറ്റൊരു ട്രെയിനെ പാസ് ചെയ്ത് പോയാലോ ഒരു മാനെ പാസ് ചെയ്ത് പോയാൽ മാത്രമേ അവിടെ 2 സ്പീഡ് വരുള്ളൂ. അല്ലാതെ പ്ലാറ്റ്ഫോമിനെ പാസ് ചെയ്ത് പോയാൽ
പ്ലാറ്റ്ഫോം ട്രെയിനിന്റെ കൂടെ കിടന്ന് ഓടത്തില്ലല്ലോ, ബ്രിഡ്ജ് ട്രെയിനിന്റെ കൂടെ കിടന്ന് ഓടത്തില്ലല്ലോ. അപ്പം ബ്രിഡ്ജ്, പ്ലാറ്റ്ഫോം, ടണലൊന്നും ട്രെയിനിന്റെ കൂടെ, ട്രെയിൻ പോകുന്നല്ലോ എന്നാൽ ഞാനിവിടെ അങ്ങ് ട്രെയിനിന്റെ കൂടെ അന്ന് വിചാരിക്കത്തില്ല. ഒരു ട്രെയിൻ, ഒരു മാൻ പറയുന്ന കാര്യം പഠിച്ചോണം. മാൻ മറ്റൊരു ട്രെയിനെ പാസ് ചെയ്ത് പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കണം, അവൾ 2 സ്പീഡ് തരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ 2 ട്രെയിൻസ് ആണ്, സ്വാഭാവികമായിട്ട് 2 സ്പീഡ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെയുള്ള ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് സ്പീഡ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഒരു ട്രെയിൻ മറ്റൊരു ട്രെയിനെ പാസ് ചെയ്ത് പോയാലോ, ഒരു പ്ലാറ്റ്ഫോമിനെ പാസ് ചെയ്ത് പോയാലോ, ടണലിനെ പാസ് ചെയ്ത് പോയാലോ, ബ്രിഡ്ജിനെ പാസ് ചെയ്ത് പോയാലോ, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതുകൂടെ കൺസിഡർ ചെയ്യണം. ഒരു മാനെ പാസ് ചെയ്ത് പോയാലോ, പോളിനെ പാസ് ചെയ്ത് പോയാലോ, ഇലക്ട്രിക് പോസ്റ്റിനെ പാസ് ചെയ്ത് അത് കൺസിഡർ ചെയ്യേണ്ട. ഞാൻ ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ട്രെയിനിന്റെ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ട്രെയിൻ, എന്റെ കയ്യിലിരിക്കുന്ന പേന നോക്കുക, ഒരു ട്രെയിൻ പ്ലാറ്റ്ഫോം ഫുള്ള് പാസ് ചെയ്ത് പോകാൻ ഇച്ചിരി അത്യാവശ്യം ലെങ്ത് കൂടുതൽ വേണം. അപ്പൊ അവിടെ നിൽക്കുന്ന ഒരു മാനെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് പാസ് ചെയ്ത് പോകും, പറഞ്ഞോളൂ. അതുകൊണ്ടാണ് ആ ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യേണ്ട എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ട്രെയിൻ ഒരു മാനെ പാസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിൻ ആണെങ്കിൽ വിഷയമില്ല, പറഞ്ഞ ക്ലിയർ ആണല്ലോ. അപ്പൊ സ്പീഡൊന്നും തരില്ല, ഒരു സ്പീഡേ തരുള്ളൂ. അപ്പൊ നിങ്ങൾ വേറെ ഒന്നും ആലോചിച്ച് കൺഫ്യൂസിങ് ആവേണ്ട, ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ സ്പീഡ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. നമ്മൾ ഗ്രൂപ്പ് ഡി എഴുതുന്ന കുട്ടികളാണെന്ന് മനസ്സിലാക്കുക. വളരെ ചെറിയ എക്സാം, വളരെ ചെറിയ എക്സാം, കൊള്ളാത്ത എക്സാം എന്നല്ല ഞാൻ പറഞ്ഞേ. വളരെ നല്ല ജോലിയാണ്, നല്ല സെൻട്രൽ ഗവൺമെന്റ് ജോലിയാണ്, നല്ല ജോലിയാണ്, റെയിൽവേയുടെ മിനിസ്ട്രിയിൽ വരുന്ന ജോലിയാണ്, നല്ല ജോലിയാണ്. അത്യാവശ്യം നല്ല സാലറിയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ അത് എഴുതി പിടിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. പറഞ്ഞ ക്ലിയർ ആണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കി വെക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പൊ ആ പരിപാടി ഇവിടെ കഴിഞ്ഞു. അപ്പൊ പറഞ്ഞോ എടാ എന്റെ പൊന്നു മോനെ, 2 ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഒരു ട്രെയിൻ മറ്റൊരു ട്രെയിനെ പാസ് ചെയ്ത് പോയാലോ എഴുതി വെക്കുക. ടണൽ, ട്രെയിൻ, പ്ലാറ്റ്ഫോം, ബ്രിഡ്ജ്, ഇതിനെയൊക്കെ പാസ് ചെയ്ത് പോയാൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് ആഡ് ചെയ്യണം. 152.5 പ്ലസ് 157.5, 10, 1, 9, 10, എത്ര? 11, 310. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര ഇടി പറഞ്ഞേ? 310 മീറ്റർ. പറഞ്ഞ ക്ലിയർ അല്ല? 310 മീറ്റർ എന്നൊരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വേണം. ഓക്കെ, 310 മീറ്റർ. പറഞ്ഞ ക്ലിയർ അല്ലോ? അത് മനസ്സിൽ വെക്കുക. അതാണ് ഡിസ്റ്റൻസ്. 152 157 309 ആണ് 310. ഓക്കെ, സ്പീഡ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അത് തന്നെയാണ് ചോദിച്ചേക്കുന്നത്. ഓരോ സ്പീഡ് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല, നമുക്ക് കമ്പൈൻഡ് സ്പീഡ് മതി. ഓക്കെ, കമ്പൈൻഡ് സ്പീഡാണ് ചോദിച്ചത്, റിലേറ്റീവ് സ്പീഡാണ് ചോദിച്ചേക്കുന്നത്. ടൈം എന്ന് പറഞ്ഞാൽ 9.3 സെക്കൻഡ് കഴിഞ്ഞു. അപ്പൊ S1 പ്ലസ് S2 എന്ന് പറഞ്ഞാൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. 310/9.3 ആണ് ആൻസർ. ഞാൻ ഇവിടെയും 10 കൊണ്ട് ഗുണിച്ചു, ഇവിടെയും 10 കൊണ്ട് ഗുണിച്ചു. മനസ്സിലാക്കി വെക്കണേ. പറഞ്ഞ ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. പറഞ്ഞ ക്ലിയർ? എന്തിനാണ്? കിലോമീറ്ററിലാണ് വേണ്ടത് കേട്ടോ. നമുക്ക് അവസാനം മാറ്റാം. അപ്പൊ 3100/93 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. പറഞ്ഞ ക്ലിയർ ആണല്ലോ? നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വാട്ട് വിൽ ബി ദ കമ്പൈൻഡ് സ്പീഡ് ഓഫ് ദി ട്രെയിൻ? ദാറ്റ് ഈസ് കിലോമീറ്റർ പെർ അവർ ആണ്. കിലോമീറ്റർ പെർ അവർ. കമ്പൈൻഡ് സ്പീഡ് ആണ് വേണ്ടത്, കിലോമീറ്റർ പെർ അവർ. കിലോമീറ്റർ അല്ല, കിലോമീറ്റർ പെർ അവർ. ഓക്കെ, വേണ്ട, പെർ അവർ എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇവിടെ കിലോമീറ്റർ എന്ന് ഇട്ടേക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യം നിങ്ങളൊന്ന് എഴുതി വെക്കണേ. 3100/90. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2 കൂടെ ആഡ് ചെയ്യണം. ഇത് 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയായിട്ട്? 310 മീറ്റർ. അത് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ 152.5 പ്ലസ് 157.5. ടൈം എന്ന് പറഞ്ഞാൽ 9.3 സെക്കൻഡ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം. 310/9.3 എന്ന് വെച്ചാൽ 93 × 10. 3100/93. ഇത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5/8 ഒന്നും അല്ലടാ, അത് 1000/3600. അതിനെ വെട്ടിക്കളാണ്ട് 1000 ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് വിശദമായിട്ട്. അതിനെ വെട്ടി കളയുമ്പോഴാണ് 5/18 വരുന്നത്. അതുപോലെ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ 18/5 കൊണ്ട് ഗുണിക്കുക. എന്താണ്? 18/5 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഇവിടെ 18/5 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? കിലോമീറ്റർ പെർ അവർ. ഇത് മാത്രമാണ് ആൻസർ. ഇനി കാൽക്കുലേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ചെയ്ത് പെട്ടെന്ന് ആൻസർ ചെയ്യുക. ഇതൊക്കെ എന്തിന്റെ മൾട്ടിപ്പിൾ? 9ന്റെ മൾട്ടിപ്പിൾ ആണേ. വെട്ടിക്കളയുക. വേറെ ചോദ്യങ്ങളൊന്നും അവിടെ ഇല്ല, വെട്ടിക്കളയുക. 6 5 30, 620. 3000 100 630. ഇത് 3 കൊണ്ട് വെട്ടാം, 31. 6 കൊണ്ട് വെട്ടാം. പറഞ്ഞ ക്ലിയർ ആണല്ലോ? 31 2 ടൈംസ് 20. 20 × 60 6 ഉത്തരം. 120 കിലോമീറ്റർ പെർ അവർ. വളരെ സിമ്പിൾ ആണ്. ഇത് മാത്രമാണ് ആൻസർ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പറഞ്ഞ ക്ലിയർ ആണല്ലോ? ഇത് മാത്രമാണ് നിങ്ങളുടെ ആൻസർ, 120 കിലോമീറ്റർ പെർ അവർ. അതാണ് ഇവിടെ പെർ അവർ ഉണ്ടായതുകൊണ്ടാണ് ഓപ്ഷനിൽ പെർ അവർ വരാഞ്ഞത് കേട്ടോ. ഇപ്പൊ വളരെ പ്രധാനപ്പെട്ട 5 ക്വസ്റ്റ്യൻസ് സാർ ഡിസ്കസ് ചെയ്തു. മക്കളെ, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ.
വരികയാണ്. ഇനി ക്ലാസ്സുകൾ ഉണ്ടാവും. ഏകദേശം നിങ്ങളൊരു 3 മാസം പ്രതീക്ഷിച്ചോ. 3 മാസത്തിനകത്ത് എക്സാം ഉണ്ടാവും. ഇപ്പൊ 3 മാസത്തിനുള്ളിൽ ചോദിച്ചില്ലെങ്കിൽ എന്നെ കിടന്ന് ആരും മഴക്ക് പറയരുത്. 3 മാസം കിട്ടുമെന്നുള്ള പ്രതീക്ഷ തന്നെ പഠിക്കുക. കാര്യം ജൂലൈയിൽ MDS ഉണ്ടായതുകൊണ്ട് ചിലപ്പം ജൂൺ ഉണ്ടാവാൻ ചാൻസിന് കുറവാണ്. ഇപ്പൊ മെയ് ആയില്ലേ, ജൂൺ ജൂലൈ ഓഗസ്റ്റോട് കൂടി പ്രതീക്ഷിച്ചോ. ഓക്കെ, നല്ല രീതിയിൽ പഠിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, ലൈക്ക് കമന്റ് മസ്റ്റാണ് മക്കളെ. ചാനൽ നിലനിൽപ്പിനും ഞാൻ പറഞ്ഞില്ല, നമ്മളിപ്പോൾ കൊട്ടാരക്കരയിൽ നമുക്കറിയാം, നമ്മുടെ അക്കാഡമി കൊട്ടാരക്കരയാണ്. ഒരുപാട് ഓഫ്ലൈൻ ക്ലാസ്സിന്റെ ഇടയ്ക്കും ഒരുപാട് ക്ലാസ്സിന്റെ ഇടയ്ക്കും ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങളുടെ ഇടയ്ക്കാണ് ഈ ക്ലാസ്സുകൾ ചെയ്യുന്നത്. 2 വീഡിയോ വെച്ചാണ് ദിശ അക്കാഡമി ചെയ്യുന്നത്. വീട്ടിൽ പോകുന്നത് തന്നെ 12-1 മണിക്കുമാണ്. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങൾ പറഞ്ഞതല്ല, നിങ്ങളൊന്നും ചെയ്യേണ്ട. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കണം. ചാനലിനെ നിലനിർത്തുക എന്നത് നമ്മുടെ ആവശ്യവും നിങ്ങളുടെ ആവശ്യവുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.